പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കും. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടൈം ടേബിൾ എപ്പോൾ വരും, അതുപോലെ തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് എപ്പോൾ വരും എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു. പ്രാക്ടിക്കൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് തിയറിക്ക് പിന്നെ ഒരു ബേസിക് മാർക്ക് മാത്രം എടുത്താൽ മതി. ഇങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സുകൾ ഈ പ്രാക്ടിക്കലുണ്ട്. സോ നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മുടെ തിയറി എക്സാം. വെറും ഒരു മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2024 അപ്ഡേഷൻ ആണ് നമ്മൾ ഡേ ബൈ ഡേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മുടെ PCP ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക്. അതേപോലെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരികയാണ്, അത് കഴിഞ്ഞ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരികയാണ്. ഇതിനിടയിൽ നമുക്കൊരു പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്, നമ്മുടെ TMA നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇങ്ങനെ നമ്മുടെ ഒക്ടോബർ 2024 ബാച്ചിലെ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, നമ്മുടെ കുട്ടികൾ എല്ലാവരും കാത്തിരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ എപ്പോൾ വരും, എപ്പോഴാണ് നമ്മുടെ എക്സാമിനേഷൻ, അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. NIOS ഒക്ടോബർ 2024 എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ 4 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് നമ്മൾ ഒഫീഷ്യലി പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫസ്റ്റ് ബാച്ച് ഫില്ലായി. നമ്മുടെ സെക്കൻഡ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് പാസ് ആവാൻ സാധിക്കുന്ന നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് മുഖേന. ഒരുപാട് പേര് പറയും ലൈക്ക് പല സ്ഥലത്തും പോയി പഠിച്ചു, ഒന്നും കിട്ടിയില്ല, ഇനി പഠിക്കാൻ സമയം കിട്ടിയില്ല, ക്ലാസ് ഒക്കെ കുറേ നടന്നു പക്ഷേ എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല. ഇങ്ങനെയുള്ള എല്ലാ കുട്ടികളും ഇനിയിപ്പോൾ ഒന്നും പഠിച്ച തലയിൽ കയറുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് മാത്രം നമ്മൾ കുട്ടികളോട് എത്തിക്കുന്നത്. ഇപ്പോൾ സയൻസ് പോലുള്ള വിഷയങ്ങൾ എടുത്താൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ സബ്ജക്ട്സ് എടുത്താൽ, അല്ലെങ്കിൽ കൊമേഴ്സ്, അക്കൗണ്ടൻസി ഒക്കെ പോലത്തെ പേപ്പേഴ്സ് എടുത്താൽ, ഹ്യൂമാനിറ്റീസിലോട് വരികയാണെങ്കിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി ഒക്കെ പോലത്തെ പേപ്പേഴ്സ് എടുത്താൽ കുട്ടികൾക്കൊക്കെ ടഫ് ആയിരിക്കും. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ സയൻസ്, മാത്സ് ഒക്കെ പോലത്തെ സബ്ജക്ട്സുകളൊക്കെ ടഫായിട്ട് കുട്ടികൾ പറയാറുണ്ട്. സോ ഈ ഒരു സബ്ജക്ട്സുകളൊക്കെ ഒരു മാസം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ്, അതിൽ കൂടെ നമ്മുടെ ആദിൽ സാറിന്റെ ഗോഡ് തിയറിയും കൂടി അപ്ലൈ ചെയ്തിട്ട് എല്ലാ കുട്ടികൾക്കും മിനിമം പാസ് പ്ലസ് മാക്സിമം മാർക്സ്, ഇതാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനിയും ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ബാസിന്റെ ടീമിനെ കൂടെ നിങ്ങൾക്കും പഠിക്കാം. ഒരു മാസം കൊണ്ട്, നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റും കിട്ടും. പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കും. നമ്മുടെ ഒക്ടോബർ 2024 പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ടൈം ടേബിൾ എന്ന് അനൗൺസ് ചെയ്യുന്ന കുട്ടികൾക്ക് നിരന്തരം ചോദിച്ചിരുന്നു ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ എപ്പോൾ വരും, അതുപോലെ തന്നെ നമ്മുടെ തിയറി എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് എപ്പോൾ വരും എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു കാത്തിരിപ്പിനൊക്കെ ഇവിടെ അവസാനം ഇരിക്കണം. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ഇവിടെ അനൗൺസ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ എക്സാമിനേഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ NIOS ഒക്ടോബർ 2024 രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ, അടുത്ത മാസമൊക്കെ ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഒരു PCP ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു PCP ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഇനി അടുത്തത് വരുന്നത് PCP എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മക്കളെ, ഹോം സയൻസ്, ഡാറ്റ എൻട്രി, പെയിന്റിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഡാറ്റ എൻട്രി കോഴ്സ് സബ്ജക്ട്സുകൾ, ഇങ്ങനെയുള്ള ലാബുള്ള സബ്ജക്ട്സുകൾക്കാണ് നമുക്ക് PCP ക്ലാസ് വരുന്നത്. സോ അത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ PCP ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ റെക്കോർഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒക്ടോബർ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മുടെ തിയറി എക്സാമിനേഷൻ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് നമ്മുടെ തിയറി പരീക്ഷ നടക്കുകയാണ്. സോ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം ഇവിടെ നോക്കാം, നമ്മുടെ 20 സെപ്റ്റംബർ തൊട്ട് 23 സെപ്റ്റംബർ വരെയാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ആയിട്ടുള്ളത്. സോ ഇവിടെ +2 എക്സാമിനേഷൻ സബ്ജക്ട്സുകളും 10ാം ക്ലാസ്സിലെ സബ്ജക്ട്സുകളും ഒക്കെ പറയുന്നുണ്ട്. സോ 20 to 23 എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു വിചാരമാണ് 20 മുതൽ 23 വരെ പരീക്ഷ നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് പരീക്ഷ എഴുതാന്നുള്ളതാണ്. അങ്ങനെയല്ല, 20 മുതൽ 23 വരെയുള്ള ഡേറ്റ് NIOS ഡിപ്പാർട്ട്മെന്റ് അവിടെ നടത്തുന്ന സ്റ്റഡി സെന്ററുകൾക്ക് കൊടുക്കുന്നതാണ്. സോ 20, 21, 22, 23 എന്ന് 4 ദിവസങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ സ്റ്റഡി സെന്ററിൽ ചിലപ്പോൾ 21-നായിരിക്കും നടത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ 500 വിദ്യാർത്ഥികൾക്കായിരിക്കും എക്സാം എഴുതാണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ 22-നായിരിക്കും, ചിലപ്പോൾ 23-നായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ NIOSന്റെ ID കാർഡ്, നിങ്ങൾക്ക് അതിൽ ID കാർഡ് ഉണ്ടായിരിക്കും. സോ ID കാർഡിന്റെ താഴെയുള്ള സ്റ്റഡി സെന്ററിലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് എക്സാം സെന്റർ ആയിട്ടല്ല,
അല്ല, സ്റ്റഡി സെന്റർ ആയിട്ടാണ് വരുന്നത്. സോ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. സോ അതിന് ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ 4 ഡേറ്റ്സുകളിൽ നമ്മുടെ ഡേറ്റ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ID കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് വരെ ഇപ്പോൾ ഏകദേശം എല്ലാ സ്റ്റഡി സെന്ററും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റഡി സെന്റർ ഏതാണ് ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾ നേരിട്ട് PCP അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എവിടെയാണ് സ്റ്റഡി സെന്റർ. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് അറിയാൻ പറ്റും. സോ ആ ഡേറ്റിൽ മാത്രം നിങ്ങൾ പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം 20 മുതൽ 23 വരെ 4 ദിവസങ്ങൾ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 23-നായിരിക്കും നിങ്ങളുടെ സ്ലോട്ട്, ചിലപ്പോൾ 22 ആയിരിക്കും. അപ്പോൾ ഏതാണ് എക്സാം നടക്കുന്ന ഡേറ്റ് എന്നുള്ളത്, നിങ്ങളുടെ ഡേറ്റ് എന്താണെന്നുള്ളത് ഈ ഒരു ഡേറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അവർ അനുവദിച്ചുള്ള ഡേറ്റിൽ വേണം നിങ്ങൾ പോയിട്ട് എക്സാം എഴുതാൻ. അതല്ലാതെ എപ്പോഴെങ്കിലും എപ്പോൾ പോയാലും പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ 23-ന് പോയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ എക്സാം 21-22 കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ലാബ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ 500 രൂപ ഒപ്പിരുത്തി ചെയ്യില്ല, ടീം ആക്കിയിട്ടോ അല്ലെങ്കിൽ 10-20 കുട്ടികളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ഒരു 1 അവറിലൊക്കെ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുമ്പോഴും ഈ ഒരു ഡേറ്റ് തന്നെയായിരിക്കും ഇതിൽ കാണിക്കുക. സോ ടൈം എപ്പോഴാണ് ഏത് ഡേറ്റിലാണ് പോകേണ്ടതുള്ളത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സ്റ്റഡി സെന്റർ നിങ്ങളുടെ ID കാർഡിൻ്റെ താഴെയുള്ള ബോട്ടം പാർട്ടിലുള്ള സ്റ്റഡി സെന്റർ ആണ്. സോ അവിടെ പോയിട്ടാണ് അല്ലെങ്കിൽ അവിടെ വിളിച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത്. ഓക്കെ, ഈ കാര്യം ഒരിക്കലും തെറ്റിക്കരുത് മക്കളെ. എപ്പോഴും കുട്ടികൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് ഈ മേഖലകളിലാണ്. സോ 20 മുതൽ 23 വരെയുള്ള ആ ഡേറ്റ്സുകൾ നടക്കുന്ന പരീക്ഷ +2-ലാണെങ്കിൽ ഹോം സയൻസ് നടക്കുന്നുണ്ട്, ബയോളജി നടക്കുന്നുണ്ട്, പെയിന്റിംഗ് നടക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് നടക്കുന്നുണ്ട്. സോ സയൻസ് എടുത്ത കുട്ടികൾക്ക് ബയോളജിയും അതർ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ ഹോം സയൻസ്, പെയിന്റിംഗ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. സോ 10ാം ക്ലാസ് കുട്ടികൾക്കാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി, അടിസ്ഥാന ശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. പിന്നെ ഹോം സയൻസ് എന്നുള്ളൊരു പേപ്പറും വരുന്നുണ്ട്. സോ 10ാം ക്ലാസ്സിലെ സബ്ജക്ട്സ്. ഇനി നമ്മൾ 24 മുതൽ 27 വരെ, അപ്പോൾ 24, 25, 26, 27 ഈ 4 ദിവസങ്ങളിൽ നമുക്ക് നടക്കുന്ന എക്സാമിനേഷന് ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് നോക്കുക. നിങ്ങൾക്കുള്ള ഡേറ്റ് ചെയ്ത് സ്ലോട്ടാ കിട്ടിയെന്ന് നോക്കിയിട്ട് പോയിട്ട് എക്സാം ചെയ്താൽ. സോ ആ ഡേറ്റിൽ നമുക്ക് കിടക്കുന്നത് സയൻസിന്റെ കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്. ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് മിക്ക കുട്ടികൾ എടുത്തുള്ള പേപ്പറാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ. +2-ന്റെ കാര്യമാണ് പറയുന്നത്. ഇനി 10ാം ക്ലാസ്സിലോട്ട് വരികയാണ് ഈ പെയിന്റിംഗിന്റെ എക്സാമിനേഷൻ, മാത്തമാറ്റിക്സ്. 10ാം ക്ലാസ്സിൽ മാത്സിനും ലാബ് എക്സാമിനേഷൻ വരുന്നുണ്ട്. സോ ആ എക്സാമിനേഷനും പിന്നെ നിങ്ങളുടെ സാധാ ഡാറ്റ എൻട്രിയുടെ എക്സാമിനേഷനും വരുന്നത് ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, ഇപ്പോൾ കെമിസ്ട്രി എനിക്കുണ്ട്, ഫിസിക്സും എനിക്കുണ്ട്, ഡാറ്റ എൻട്രി എനിക്കുണ്ട്, അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുക? അതിനാണ് ഇവിടെ 4 ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3-ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നോ ടെൻഷൻ, ഈ 4 ദിവസങ്ങളായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ആയിരിക്കും. സോ അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ചെയ്യുന്നത് പോലെ ആ ഒരു കൺവീനിയൻസിലാണ് നമ്മളിത് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഡേറ്റ് കണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണം, നിങ്ങൾ മുൻവിധിയിൽ നിൽക്കേണ്ട. ഇത് നോക്കുക, ഈ ഒരു ഡേറ്റ് ഷീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ പോലും ഇനി നിങ്ങൾക്ക് ഒരു ഹാൾ ടിക്കറ്റ് വരാണ്ട് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. സോ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ID കാർഡ്, NAS ID കാർഡ്, നിങ്ങളുടെ ID പ്രൂഫ്, വാലിഡ് ID പ്രൂഫ്, ആധാർ കാർഡ്, ഏതൊരു വാലിഡ് ID പ്രൂഫ്, അതിൻ്റെ കൂടെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടില്ല, ഹാൾ ടിക്കറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങൾ അറിയിക്കും. സോ അതും കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മൾ 28 മുതൽ ഈ 1-ാം തീയതി വരെയുള്ള ഡേറ്റുകൾ അതർ സബ്ജക്ട്സ്, നമ്മുടെ ഹോട്ടൽ, കാറ്ററിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ്, ഇങ്ങനെയുള്ള അതർ സബ്ജക്ട്സുകളൊക്കെയാണ് അതിൽ നമുക്ക് എക്സാമിനേഷൻ 10ാം ക്ലാസും +2-ലൊക്കെ വരുന്നത്. 3 ഒക്ടോബർ മുതൽ 7 ഒക്ടോബർ വരെ, 3, 4, 5, 6, 7 ഈ ഒരു 5 ദിവസങ്ങളിൽ നമുക്ക് വരുന്ന എക്സാമിനേഷന് ഡാറ്റ എൻട്രി വൊക്കേഷണൽ 632 വൊക്കേഷണൽ സബ്ജക്ട് ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട്. അതേപോലെ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടിംഗ് 10ാം ക്ലാസ്സിൽ 608 സബ്ജക്ട് കോഡിൽ വൊക്കേഷണൽ സബ്ജക്ട് ബേസിക് കമ്പ്യൂട്ടിംഗ് എടുത്ത കുട്ടികൾക്കുള്ള എക്സാമിനേഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ടൈം ടേബിൾ പ്രാവശ്യം വന്നിട്ടുള്ളത്. സോ നിങ്ങളുടെ ടൈം അത്യാവശ്യം ഉണ്ട്, പക്ഷേ നമ്മൾ PCP ക്ലാസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തില്ലേ നോക്കുക. മക്കളെ, NAS ഒക്ടോബർ 2024 വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ ഒരു മേഖലയിലൊക്കെ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഒരു മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് റിപ്ലൈ തരും. സോ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടാവുന്നത് സ്വാഭാവികം. പഠിക്കുന്ന കുട്ടികളുടെ ഒരു ലക്ഷണമാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചു, അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെയുള്ള മാർക്കുകൾ ലോസ് ആവരുത്. കാരണം ഇതിനൊക്കെ ഈ പ്രാക്ടിക്കലിനും PCPക്കൊക്കെ മാർക്കുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്, അതായത് തിയറി എക്സാം. ഇപ്പോൾ ഡാറ്റ എൻട്രി തിയറിക്കൊക്കെ മാർക്ക് 40 ഉള്ളൂ, ബാക്കിയുള്ള മാക്സിമം മാർക്ക് നമുക്ക് പ്രാക്ടിക്കൽ വരും. പ്രാക്ടിക്കൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് തിയറിയിൽ പിന്നെ ഒരു ബേസിക് മാർക്ക് മാത്രം എടുത്താൽ മതി. ഇങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സുകൾ ഈ പ്രാക്ടിക്കലുണ്ട്. സോ നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഈ പറഞ്ഞ ഇൻഫർമേഷനൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ കാര്യം മറക്കണ്ട. നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിലൂടെ എല്ലാ സബ്ജക്ട്, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 10ാം ക്ലാസ് എല്ലാ പേപ്പേഴ്സിനും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ബേസിക് ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന 5 ടോപ്പിക്സ്, 4 മുതൽ 5 ടോപ്പിക്സ് വരെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ടോപ്പിക്സിനുള്ള ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ആ കണ്ടന്റ് ഇനി അതിലൂടെ തന്നെ നമ്മുടെ Q&A സെഷൻ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക. സോ ക്രാഷ് കോഴ്സ് നമ്മുടെ എക്സാമിനേഷൻ വരെ നമുക്ക് ആ കോഴ്സ് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്താലാണ് അപ്പോഴത്തേക്ക് ഈ ഒരു മാസം കൊണ്ട് നമുക്ക് മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്ക് നേടുക. ഓക്കെ, അപ്പോൾ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.